ഹായ് എവ്രി വൺ, ദിസ് ഈസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ വീട് ഒരു ഹാപ്പി റിലാക്സ്ഡ് കംഫർട്ട് പ്ലേസ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ്. നമ്മളുടെ വീട് എന്ന് പറയുന്നത് പലർക്കും വീടാണ് ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. നമ്മളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഒന്നുമില്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാനായിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന അതേ ഇൻട്രസ്റ്റ് ചിലപ്പോൾ നമുക്ക് തിരിച്ചു വരാനോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് സമാധാനത്തോടെ ഇരിക്കാനായിട്ട് ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. പലർക്കും ഉണ്ടാവുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ അവരുടെ ടെൻഷനുകൾ, ഇപ്പോൾ അച്ഛനമ്മമാരായിക്കോട്ടെ, അവരുടെ ടെൻഷനുകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരിങ്ങനെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങൾ പ്രശ്നങ്ങൾ മാത്രം നോക്കാതെ സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തിനോട് അടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. ദൈവത്തിനോട് നന്ദി പറയുക. നമ്മളിന്ന് ജീവനോടെ ഉണ്ടല്ലോ, അതിന് നന്ദി പറയുക. അതോടൊപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുമ്പോൾ വി ആർ ഗിവിങ് എ ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമ്മൾ നന്ദി പറയുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് പിന്നെയും നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് അടുപ്പിക്കും. ഓൾറെഡി നമ്മളുടെ ഉള്ളിൽ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഐഡിയ കിട്ടും. രണ്ടാമത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹാവ് എ പ്ലാൻ. അതായത് ഈ ദിവസം എങ്ങനെയായിരിക്കണം, ഈ ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം അല്ലെങ്കിൽ ആ ആഴ്ച എന്ന് പറയുന്നത് നമുക്കൊരു പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആഴ്ചയായിട്ട് മാറും. അത് നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഒരു റുട്ടീൻ ഉണ്ടായിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിനചര്യ. അതായത് രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതായത് ചൂടുവെള്ളം കുടിക്കണം. അത് കഴിഞ്ഞ് നമ്മളുടെ ഹെൽത്തിനെ പറ്റിയ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണം. അതുകൂടാതെ എക്സസൈസ് ചെയ്യണോ അല്ലെങ്കിൽ വായിക്കണോ, ജേർണലിങ് ചെയ്യണോ, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ വീട്ടിലെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് കുറച്ച് സമയം മുൻപ് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ബിക്കോസ് നമ്മൾ അമ്മമാർ അല്ലെങ്കിൽ നമ്മളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണോ അതാണ് നമ്മളുടെ ഫാമിലിയുടെ മെൻ്റൽ സ്റ്റേറ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മളാണ് അവർക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്യുന്നത്. നമ്മളുടെ എനർജി നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡിലേക്കും എത്തും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഫുഡ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അത് കഴിക്കുന്ന എല്ലാവരിലേക്കും നമ്മൾ കൊടുക്കുന്നത് ആ ദേഷ്യം തന്നെയാണ്. അതേസമയം നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രാർത്ഥനയോടും കൂടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതേ എനർജി തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ കുട്ടികളിലേക്കും വീട്ടിലുള്ളവർക്കും എത്തിക്കുന്നത്. സോ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു സന്തോഷവും സമാധാനവും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത്. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് സിമ്പിൾ ആൻഡ് ഹെൽത്തി മീൽസ്. അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ്, ഇപ്പോൾ ജോലിക്ക് പോകണം, നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എല്ലാവർക്കും എല്ലാവരുടെ ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് അവിടെയുള്ള അമ്മയ്ക്ക് തന്നെയാണ് മെൻ്റലി വളരെ സ്ട്രെസ്ഫുള്ളായിരിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലിയറായിട്ട് ഇരിക്കുക, നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കുക, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. എന്താണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്, ഇന്ന സാധനങ്ങളെ ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യണം എന്നല്ല, നമ്മൾ അവരുടെയും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് അവർക്കും കൂടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചേർത്തിട്ട് സിമ്പിളായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള മീൽസ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയം കുറയും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സും കൂടി ഇതിൽ ഇൻവോൾവ്ഡ് ആവും. അപ്പോൾ അവർക്കൊരു തോന്നൽ വരും, ഓക്കെ ഞങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. അവരോടും ചോദിക്കുക, അവരെയും ചെറിയ ചെറിയ മീൽ പ്രിപ്പറേഷൻസിലൊക്കെ ഭാഗമാക്കുക. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അവരെയും കൂടി കൂട്ടുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നമുക്ക് കുറേ സമയമൊന്നും ഫാമിലി ടൈമായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഉള്ളിലൊരു ഗിൽട്ടുണ്ട്, അയ്യോ ഞാൻ എൻ്റെ ഫാമിലിയെ നല്ല രീതിയിൽ നോക്കുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിയായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് ഓർത്തിട്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും നമ്മളെന്തെങ്കിലുമൊക്കെ തുണി തോരയിടുമ്പോഴൊക്കെ നമ്മളുടെ കുട്ടികളുമായിട്ട് സംസാരിക്കുക, അവരുടെ വിശേഷങ്ങൾ അറിയുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം അതാണ്.
അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, നമ്മളിപ്പോൾ തന്നെയാണ് കുക്കിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊരു ഫീലും നമുക്കുണ്ടാവില്ല. അഞ്ചാമത്തെ കാര്യം, കീപ്പ് യുവർ ഹോം ടൈഡി. നമ്മുടെ വീട് ഏറ്റവും ഭംഗിയായിട്ട് ടൈഡി ആയിട്ട് വെക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ എത്രയൊക്കെ ഒതുക്കി പെറുക്കിയാലും അത് ക്ലട്ടറായിട്ട് തന്നെ ഇങ്ങനെ കൂട്ടം കൂടി നമുക്ക് എത്രയൊക്കെ നമ്മൾ എനർജി കൊടുത്താലും അവിടെ വലിയ കാര്യമായിട്ട് വർക്കാവുന്നതായിട്ട് തോന്നില്ല. അവിടെയാണ് മിനിമലിസ്റ്റ് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ മിനിമലിസ്റ്റ് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ കണ്ടു, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ കണ്ടു ഭംഗിയുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ അൺബോക്സിങ് വീഡിയോസ് കണ്ടു, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് വാങ്ങിക്കാനുള്ള ടെൻഡൻസി കൂടും. മിനിമലിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ ഇല്ല, ഈ സാധനം എനിക്ക് ആവശ്യമില്ല, ഇതിന് എൻ്റെ വീട്ടിലൊരു സ്ഥലമില്ല, അല്ലെങ്കിൽ ഇത് വെക്കാനൊരു സ്ഥലമില്ല, ഇതിനൊരു ആവശ്യമില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഡംപ് ചെയ്യണമെന്നോ ഉള്ള ചിന്ത മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്താ, നമുക്ക് ഒതുക്കി പറക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ഉള്ള സാധനങ്ങളെ തന്നെ ക്ലീനാനായിട്ട് നീറ്റായിട്ടും ഓർഗനൈസായിട്ട് നമുക്ക് വയ്ക്കാൻ സാധിക്കാൻ പറ്റും. പിന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ എൻട്രൻസ്, അതായത് ഉമ്മറവും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് റൂമുമാണ്. അപ്പോൾ എപ്പോഴും ആ ഏരിയാസ് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു 2-3 ബാസ്ക്കറ്റുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ ടി വിയുടെ റിമോട്ട്, ന്യൂസ് പേപ്പർ കാര്യങ്ങളൊക്കെ അതിലേക്ക് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു ബോക്സിലേക്ക് എടുത്ത് വെക്കുക. ഉമ്മരം എപ്പോഴും അടിച്ചു വാരി ക്ലീനാക്കി നീറ്റായിട്ട് ഇട്ട് വെക്കുക. പിന്നെ ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഇൻഡോർ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അത് നീറ്റായിട്ട് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ അലമാരിയൊക്കെ ഓപ്പൺ ഷെൽഫിലാണ് നിങ്ങൾ തുണികൾ വെക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്നില്ലെങ്കിൽ അതൊരു ബാസ്ക്കറ്റുകളിലാക്കി മാറ്റി വയ്ക്കുക, അതും അല്ലെങ്കിൽ നീറ്റായിട്ട് മടക്കി വയ്ക്കാം. ഇനി നിങ്ങൾക്ക് മടക്കി വയ്ക്കാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വലിയൊരു ബാസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക, നിങ്ങളുടെ സൗകര്യം പോലെ. അതായത് ഇന്ന് മടക്കി വയ്ക്കാം നാളെ മടക്കി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് നീട്ടി കൊണ്ടുപോകല്ല, നിങ്ങളുടെ സൗകര്യം പോലെ അതൊന്ന് മടക്കി വൃത്തിയായിട്ട് വെച്ചാൽ തന്നെ നമ്മുടെ വീട് പകുതി മുക്കാലും ടൈഡിയായി. പിന്നെ അടുത്തൊരു 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നല്ല രീതിയിൽ നോക്കുക. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടും നമ്മൾ ആരോഗ്യവതികളായിട്ടിരുന്നാലാണ് നമ്മുടെ കുടുംബത്തിലും ആ ആരോഗ്യം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ മെൻ്റലി ഹെൽത്തി അല്ലെങ്കിൽ, നിങ്ങൾ ഫിസിക്കലി ഹെൽത്തി അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫാമിലി സ്ട്രക്ചറിൽ തന്നെ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഐഡിയാസ്, നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ളവരായിരിക്കും. ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരിക്കും, ചിലർക്ക് പടം വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കും, ചിലർക്ക് നല്ല നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ കഴിവിനെ വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നല്ല നല്ല രീതിയിൽ വായിക്കാനും കേൾക്കാനും കാണാനും ഉള്ള അവസരം ഉണ്ടാക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത്, ബിൽഡ് എ സ്ട്രോങ് ഫാമിലി. അതായത് നമ്മളുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മളുടെ മാത്രം ഇഷ്ടങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല. ആ വീട്ടിൽ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, കുട്ടികളുണ്ടാവും, മുതിർന്നവരുണ്ടാവും. എല്ലാവരുടെയും കൂടി ഒരു ഹാപ്പി പ്ലേസ് ആവണമെങ്കിൽ അവർക്കും കൂടി ഒരു വാല്യൂ ഉണ്ടാവണം. അതിനർത്ഥം നമ്മളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകണം. അല്ലാതെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മുടെ വീടിൻ്റെ അടിത്തറ തന്നെ മാറിപ്പോവും. അതേസമയം നമ്മുടെ ഫാമിലിക്ക് ഒരു വാല്യൂസ് ഉണ്ട്, ആ വാല്യൂസുമായിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അല്ലാതെ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ചിന്ത ഇതാണ്, ഇത് മാത്രമേ ഇവിടെ നടക്കൂ എന്നല്ല.
നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും നമ്മുടെ ഫാമിലിയുടെ കൂടി അഭിപ്രായം ചോദിക്കുക. അവർക്കും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുക. അല്ലാതെ നമ്മളൊരു ഹിറ്റ്ലറായിട്ട് മാറാനോ ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ അനുസരിക്കണം എന്നല്ല. നമ്മളൊരു മിനിമലിസ്റ്റ് ആവണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു മിനിമലിസ്റ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എന്നിൽ നിന്ന് തന്നെ തുടങ്ങിയത്. അല്ലാതെ ഞാനിങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളും ഇങ്ങനെ തന്നെ ആവണമെന്ന് എനിക്ക് ആദ്യമേ അവരോട് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്നത് കണ്ട് ഓട്ടോമാറ്റിക്കലി പതുക്കെ പതുക്കെ അതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലായത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവരും വീട്ടിലേക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് നിർത്തി. അവർക്കും മനസ്സിലായി തുടങ്ങി അവർക്ക് എന്താണ് ഇമ്പോർട്ടൻസ്, ഇതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണോ അല്ലെങ്കിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഫാമിലിയായിട്ട് കൂടി നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ടൂറൊക്കെ പോവുക. എപ്പോഴും ഈ ചോറും കറി ഉണ്ടാക്കി വീട്ടിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അതല്ലടോ ലൈഫ്. ഒരേ ഒരു ലൈഫുള്ളൂ, അത് എൻജോയ് ചെയ്യുക. അത് നമ്മുടെ ഫാമിലിയുടെ കൂടെ നല്ല നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അത് വളരെ വലുതാണ്. ഞാൻ ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കില്ല. പകരം ആ പൈസ ഏതെങ്കിലും ഒരു ടൂർ, ഒരു വർഷത്തിലൊരു ചെറിയ ട്രിപ്പെങ്കിലും പ്ലാൻ ചെയ്യാനായിട്ട്, അത് ചിലപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പഴനിയിൽ പോകുന്നതായിരിക്കും, അതല്ലെങ്കിൽ അതിരപ്പള്ളിയിൽ പോകുന്നതായിരിക്കും. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രിപ്പ് നമ്മളുടെ ഫാമിലിയായിട്ട്, അത് നമുക്ക് കണക്ഷൻ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഫാമിലിയിൽ ഒരു പ്രെയർ റൊട്ടീൻ ഉണ്ടായിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ പ്രാർത്ഥന നമുക്ക് നൽകുന്നത് നമ്മളുടെ കുടുംബവും കുട്ടികളും ഇതെല്ലാം കണ്ടു പഠിക്കുമ്പോൾ അവരിലേക്കും ആ എനർജി എത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ടിപ്സ്. നിങ്ങളുടെ കയ്യിൽ ഇനിയും നിങ്ങൾ യൂസ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. This is your Minimalist Malayali signing off. Thank you. I love you.